ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇപ്പം നമ്മുടെ മൊഡ്യൂൾ 1 ഗ്രാഫ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. നമുക്കിനിയുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഹാമിൽട്ടോണിയൻ പാത്ത് ആൻഡ് സർക്യൂട്ട്സ് ആണ്. അതിൽ നമുക്ക് മെയിനായിട്ട് തിയറംസ് വരുന്നുണ്ട്. തിയറത്തിൽ ഒന്ന് പ്രൂഫ് ചെയ്യാം. ഇവിടെ നമുക്ക് തിയറി സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാനുണ്ട്. എന്താണ് ഹാമിൽട്ടോണിയൻ പാത്ത്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. സോ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. എ സിമ്പിൾ പാത്ത് in a graph G that passes through every vertex exactly once is called a Hamiltonian path. ഇപ്പം എൻ്റെ ഹാമിൽട്ടോണിയൻ പാത്ത് എല്ലാ വെർട്ടെക്സിൽ കൂടെയും ഒരൊറ്റ തവണ പാസ് ചെയ്ത് പോകുന്ന ഒരു സിമ്പിൾ പാത്ത്. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിൽ നോക്കാം. A simple circuit in a graph G that passes through every vertex exactly once is called a Hamiltonian circuit. സർക്യൂട്ട് ആണ്, അതായത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിന് തിരിച്ച് ആ പോയിന്റിൽ എൻഡ് ചെയ്യുന്നുണ്ട്, സിമ്പിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ വെർട്ടെക്സുകളും എക്സാക്ട്ലി വൺസ് ഒറ്റ തവണയാണ് കടന്നു പോകുന്നത്. നമ്മളെ സിമ്പിൾ പാത്ത് സ്റ്റാർട്ടിങ് x0, x1, xn -1, x എന്നുള്ളതാണ് നമ്മുടെ പാത്ത് പോകുന്നത്. ഓരോ വെർട്ടെക്സുകളും ഒറ്റ പ്രാവശ്യം പോകുന്നുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതാണ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ ഹാമിൽട്ടോണിയൻ പാത്ത് ഏതായിരിക്കും, എല്ലാ വെർട്ടെക്സും വരുന്ന ആ ഒരു സെറ്റ് തന്നെയായിരിക്കും. ഒരു വെർട്ടെക്സും എന്തായിട്ട് വരുന്നില്ല, കോയിൻസൈഡ് ചെയ്ത് സെയിം ആയിട്ട് വരുന്നില്ല. അതായത് നമുക്ക് ലൂപ്പോ കാര്യങ്ങളൊന്നും വലിയ സിമ്പിൾ പാത്താണെന്നുള്ള മീനിങ് ആണ്. അതൊരു സിമ്പിൾ സർക്യൂട്ട് ആകുമ്പോഴോ x0, x1, x2 അങ്ങനെ പോയിട്ട് x0 തന്നെ എൻഡ് ചെയ്യും. ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൻ്റെ പാത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സോ നമുക്ക് ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിമ്പിൾ ഗ്രാഫ്സ് ഹാവ് എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് if not a Hamiltonian method, സർക്യൂട്ടോ പാതോ അല്ലെങ്കിൽ ബോത്ത്. ഇതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഫിഗേഴ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഗേഴ്സ് ഇതൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഹാമിൽട്ടോണിയൻ സർക്യൂട്ടോ പാതോ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഞാൻ ഈ ഗ്രാഫിൽ ജസ്റ്റ് പേര് കൊടുത്തത് G1, G2, G3. അതെ, G1 എന്നുള്ളതിനകത്ത് ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ട്. എ, ബി, സി, ഡി, ഇ, എയിൽ സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി എയിൽ തിരിച്ചിടണം. ഇവിടെ എല്ലാ എഡ്ജിൽ കൂടെയും പോകണമെന്നില്ല. എന്തേ ഉള്ളൂ, എല്ലാ വെർട്ടെക്സിൽ കൂടെയും വൺസ് പോകണമെന്നേ ഉള്ളൂ. സോ നമുക്ക് എല്ലാ എഡ്ജിലും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ എന്താ G1 നമുക്ക് എന്താ കിട്ടുന്നത്, ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കിട്ടുന്നുണ്ട്. ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പാത്ത് കിട്ടുന്നുണ്ടോ? സർക്യൂട്ടിൽ നമുക്ക് പാത്തും കിട്ടും. അപ്പോൾ നമ്മൾ ഈ സെറ്റ് A, B, C, D, E എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ, എല്ലാ വെർട്ടെക്സുകളും പാസ് ചെയ്ത് പോകുന്നു പാത്ത്. സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പാത്ത് കിട്ടും. സർക്യൂട്ട് ഇല്ലെങ്കിൽ നമ്മൾ പാത്ത് മാത്രം ചെക്ക് ചെയ്യണം. അപ്പം നമ്മുടെ G2 ഉണ്ടെങ്കിൽ G2ൽ നമുക്ക് സർക്യൂട്ട് കിട്ടത്തില്ല. അങ്ങനത്തെ കാര്യം എന്താ, അങ്ങനെ നമ്മൾ സർക്യൂട്ട് വരണമെങ്കിൽ എ ബിന്ന് പോയി AB to C, C to D, D to B ലാസ്റ്റ്, D to A ഇല്ല. അപ്പോൾ എന്ത് വരും, എഗെയിൻ എ ബി എന്നുള്ള റിപ്പീറ്റ് ചെയ്യും. അത് പറ്റത്തില്ല. ബി കൂടെ പിന്നെ എന്ത് വൺസ് നമുക്ക് ഒറ്റ പ്രാവശ്യം പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ വരും, മോർ ദാൻ വൺസ് വരുന്നുണ്ട്. സോ അത് പറ്റത്തില്ല. ഇവിടെ എന്താ, നോട്ട് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ഇവിടെ രണ്ടുമില്ല. ഇവിടെ നോക്കുകയാണോ, എങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വരാൻ നോക്കിയാലും G3യിൽ നമുക്കൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടോ പാത്തോ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ G2ൽ നമുക്ക് പാത്ത് പറയാട്ടോ, A to B, B to C, C to D. വെർട്ടെക്സ് നാൽക്കൂടെ പോകുന്നതിൽ പാത്തുണ്ട്. പാത്ത് പോസിറ്റീവാണ്, നമുക്ക് കിട്ടും. പക്ഷേ സർക്യൂട്ട് കിട്ടില്ല G2ൽ. G3ൽ രണ്ടും കിട്ടത്തില്ല. സർക്യൂട്ടും ഇല്ല, പാത്തും ഇല്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കാം. ഇതൊരു എക്സസൈസ് പ്രോബ്ലമാണ്. നമ്മുടെ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് Kn ഹാസ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് whenever n > 3. നമ്പർ ഓഫ് വെർട്ടെക്സ് > 3 ആയിട്ടുള്ള കേസിൽ Kn ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിവിടെ അതിൻ്റെ സൊല്യൂഷൻ എക്സാക്ട്ലി തന്നിട്ടുണ്ട്. വി ക്യാൻ ഫോം എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇൻ Kn beginning at a vertex. ഒരു വെർട്ടെക്സിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. Such a circuit can be built by visiting vertices in any order we choose. ഇപ്പോൾ നമ്മളൊരു വെർട്ടെക്സ് എടുത്തു, അതിന് അടുത്ത വെർട്ടെക്സിലേക്ക് തിരിച്ചു പോയി പോകുന്നു. then അവിടുന്ന് അടുത്ത
വെർട്ടെക്സിലേക്ക് അടുത്ത് എഡ്ജ് ചെയ്ത് പോകുന്നു. കാര്യം kn ആകുമ്പോൾ എല്ലാ വെർട്ടെക്സിലും നമ്മൾ കംപ്ലീറ്റ് നമുക്ക് ആർട്ടിസൻസ് കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് എന്താ ഒരു വെർട്ടെക്സ് അടുത്ത വെർട്ടെക്സിലേക്ക് എന്തായാലും എഡ്ജസ് വരുന്നുണ്ട്. സോ നമ്മൾ കറങ്ങി പോയിക്കാൻ നമുക്ക് എന്ത് കിട്ടും? സെയിം ലാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വെർട്ടെക്സ് തന്നെ വരും. സോ നമുക്ക് എന്തായാലും ഹാമിൽട്ടൺ സർക്യൂട്ട് കിട്ടും. റിപ്പീറ്റ് ഒരു എഡ്ജ് കൂടെയും പോകാതെ ഒരു വെർട്ടെക്സിൽ കൂടെ പോകാനും കിട്ടും. അതാണ് പറയുന്നത്. As long as the path begins and ends with the same vertex and visits each other vertex exactly once. This is possible because there are edges in kn between any two vertex. kn ഏത് വെർട്ടെക്സ് എടുത്താലും തമ്മിൽ കണ്ടിന്യൂ എഡ്ജ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് ഹാമിൽട്ടൺ സർക്യൂട്ട് ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ തിയറം, ഡിറാക്സ് തിയറം. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തിയറത്തിൽ നിങ്ങൾക്ക് പ്രൂഫ് ടെക്സ്റ്റ് തന്നിട്ടില്ല, പക്ഷേ നിങ്ങളുടെ എക്സസൈസ് സെക്ഷനകത്ത് ഈ ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ തിയറത്തിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സസൈസ് 65 നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ നിങ്ങൾക്ക് ഈ തിയറത്തിൻ്റെ പ്രൂഫാണ് ഒരു 3 പാർട്ടായിട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. എക്സസൈസിനകത്തുള്ളതാണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ടിരിക്കുന്നത്, ഭയങ്കര ലെങ്ത് ഒന്നുമില്ല, അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉള്ള പ്രൂഫാണ്. സോ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി നിങ്ങളുടെ ക്ലാസ് റൂമിൽ അതിൻ്റെ ഒരു PPT അല്ലെങ്കിൽ ഒരു PDF നോട്ട് ഞാനത് ഇട്ടേക്കാം. സോ അതുകൊണ്ട് വായിച്ച് നോക്കുക. തിയറി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കൊണ്ട് എക്സസൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രൂഫ് ഉള്ളത് കൊണ്ടും 5 മാർക്കിൻ്റെ സെക്ഷനകത്ത് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇതൊരു കണ്ടീഷനാണ്. നമുക്ക് ഹാമിൽട്ടൺ സർക്യൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു കണ്ടീഷനാണ് പറയുന്നത്. ഇഫ് G is a simple graph with n vertices, സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം, n vertices ഉണ്ടായിരിക്കണം, with n greater than or equal to 3, at least 3 vertex നമുക്ക് കാണാം, such that the degree of every vertex in G is at least n by 2, then G is ഹാമിൽട്ടൺ സർക്യൂട്ട്. നമുക്ക് സിമ്പിൾ ഗ്രാഫ് ജിയിൽ ഒരു ഹാമിൽട്ടൺ സർക്യൂട്ട് കിട്ടണമെങ്കിൽ എല്ലാ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കണം? n/2 കൂടുതലോ അല്ലെങ്കിൽ n/2 ആയിരിക്കണം. ഇപ്പോൾ n ഒരു 5 ആണ് നോക്കുക, അല്ലെങ്കിൽ ഒരു 8 എടുക്കണം. n ഒരു 8 ആണെങ്കിൽ 8/2 4. ഏത് വെർട്ടെക്സ് എടുത്താലും ആ വെർട്ടെക്സിൻ്റെ ഒക്കെ ഡിഗ്രി 4 അതിൽ കൂടുതലോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഹാമിൽട്ടൺ സർക്യൂട്ട് ഉണ്ടെന്ന് പറയാം. ഇതാണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നെയിംഡ് തിയറമാണ്, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഡിറാക്സ് തിയറത്തിൻ്റെ പ്രൂഫ് അല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് തിയറത്തിൻ്റെ ഡിറാക്സ് തിയറത്തിന് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളൂ. അത് ഒരു തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് മാത്രമല്ല, ഡിറാക്സ് തിയറത്തിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നമ്മൾ നെക്സ്റ്റ് തിയറം പഠിക്കുന്നുണ്ട്. തിയറത്തിൻ്റെ പേരാണ് ഓൾസ് തിയറം. ഈ ഓൾസ് തിയറത്തിൻ്റെ സ്പെഷ്യൽ കണ്ടീഷനാണ് ഡിറാക്സ് തിയറത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും ഒരേ ക്വസ്റ്റ്യൻ തന്നെ വരാൻ സാധ്യത കേട്ടോ. സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇനി ഓൾസ് സ്റ്റേറ്റ്മെൻറ്റ് കഴിക്കും. ഇഫ് G is a simple graph. അവിടെയും G എന്താണ്? സിമ്പിൾ ഗ്രാഫാണ്. n vertices ഉണ്ട്, n വാല്യൂ 3 ആണ്. Such that degree of u plus degree of v greater than or equal to n for every pair of non-adjacent vertices u and v in G, then G has a ഹാമിൽട്ടൺ സർക്യൂട്ട്. G എന്ന ഗ്രാഫ് സിമ്പിളാണ്, n വാല്യൂ greater than or equal to 3 ആണെങ്കിൽ നമുക്കൊണ്ട് ഹാമിൽട്ടൺ സർക്യൂട്ട് കണ്ടുപിടിക്കണം. ഈ കേസിൽ എന്താണ്? യുവും വിയും നോൺ ആഡ്ജസന്റ് വെർട്ടെക്സുകൾ എടുക്കുന്നു. അവരുടെ ഡിഗ്രിയുടെ സമ്മ് എന്നോ അതിൽ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അവിടെ ഹാമിൽട്ടൺ സർക്യൂട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഓൾസ് തിയറത്തിൻ്റെ പ്രൂഫാണ് നമുക്ക് 65 എക്സാം 65 കിടക്കുന്നത്. അത് പ്രൂവ് ചെയ്ത് അതിനകത്ത് ഒരു സ്പെഷ്യൽ കേസ് എന്ന പോലെ ഇതിനകത്തെ കണ്ടീഷൻസ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു കൊറോളെന്നൊക്കെ പറയും, സബായിട്ട് നമുക്ക് ഡിറാക്സ് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അല്ലാതെ പ്രൂഫുകൾ വേറെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ ഹാമിൽട്ടോണിയൻ പാത്തിൻ്റെ ആപ്ലിക്കേഷനാണ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഡിജിറ്റൽ ഓപ്പറേഷൻസായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഗ്ലൂക്കോസ്. ദ പൊസിഷൻ ഓഫ് റൊട്ടേറ്റിംഗ് പോയിന്റ് ഹിയർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ഡിജിറ്റൽ ഫോം. വൺ way to do this is to split the circle into 2n arcs of equal length and also 2 raised to n, 2 raised to n, sorry, type mistake, of equal length, and to assign a bit string of length n to each arc. 2 ways to do this using bit strings of length 3 are shown here. നമുക്ക് bit string length 3 വരുന്ന രണ്ട് രീതിയിലുള്ള റെപ്രസെൻറ്റേഷനുകൾ നമുക്ക് രണ്ട് രീതിയിൽ കോഴ്സ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. The digital representation of the position of point here can be determined using a set of n
contacts. Each contact is used to read one bit in the digital representation of the position. ഇപ്പം നമുക്ക് ഈ പൊസിഷൻ പോയിന്റിൻ്റെ പൊസിഷൻ ഡിജിറ്റൽ സ്ട്രിങ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ 2 സ്ട്രിങ് പേനെടുത്ത് എടുത്തിരിക്കുന്നത്. സോ 8 പാർട്സ് ആയിട്ട് നമ്മുടെ സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ നമ്മൾ പോയിന്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി നമ്മളായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻക്യൂബിലായിരുന്നു QN, അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ പോലെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഈ പോയിന്റർ ചേഞ്ച് ചെയ്തത് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഒരു പോയിന്റിൽ അടുത്ത പോയിന്റിലേക്ക് ചേഞ്ച് ചെയ്തത് ഇവിടെ 1 ബിറ്റ് സ്ട്രിങ്ങിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. ഇതാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്ന കേസ് ഇതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ എഴുതി വലിയ കാര്യമായിട്ട് വെക്കാൻ ഇല്ലാത്തൊരു സെക്ഷനായിട്ട് കാണിക്കുന്നത്. പിന്നെ ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ടെക്സ്റ്റിൽ നിങ്ങൾ പേജ് നമ്പർ 703 ഒന്ന് ചെക്ക് ചെയ്യുക. അവിടെ ഇതിൻ്റെ ബിറ്റ് സ്ട്രിങ് അനുസരിച്ച് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ബിറ്റ് സ്ട്രിങ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഓക്കെ, the gray code is labeling for the arcs of the circle such that adjacent arcs are labeled with bit strings that differ in exactly 1 bit. ഒറ്റ ബിറ്റ് ഡിഫറൻസിലാണ് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ആർക്കുകളുടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 101 വരുമ്പോൾ 011 ഈ പൊസിഷൻ ഒറ്റ ബിറ്റ് സ്ട്രിങ്ങിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് അതിൻ്റെ നെക്സ്റ്റ് കുറച്ചുകൂടി വേറൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞ എൻക്യൂബായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യമാണ്. We can find a gray code by listing all bit strings of length n in such a way that each string differs in exactly one position from the preceding bit string, and the last string differs from the first in exactly one position. We can model this problem using the QN. What is need to solve this problem is Hamiltonian circuit in QN. QN Hamiltonian circuit ആണ് solve ചെയ്യുന്നത്. Such Hamiltonian circuits are easily found. For instance, a Hamiltonian circuit for QN is displayed here. അപ്പം നിങ്ങൾക്ക് നമ്മുടെ QN-അകത്ത് നിന്ന് ഹാമിൽട്ടൺ സർക്യൂട്ട് എങ്ങനെ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഹാമിൽട്ടൺ സർക്യൂട്ട് ഡയറക്റ്റ്ലി നമുക്കതെങ്ങനെ വരുന്നതാണ് കാണിക്കുന്നത്. സോ നമുക്ക് അതുകൊണ്ട് QN-ൻ്റെ ഫിഗറിന് വരയ്ക്കാം. ഓക്കെ, ഞാൻ ഡയറക്റ്റ്ലി ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊരു നെയിംസ് ഒന്ന് ചെയ്ത കാര്യം ഓൾറെഡി കണ്ടിട്ടുള്ള 110 111 101 001 001 000 010. ഓക്കെ, ദിസ് ഇസ് QN. നമ്മൾ കൺട്രോൾ ചെയ്യാമല്ലേ. ഓക്കെ, ഇതിനകത്ത് വരുന്ന പാർട്ട് ഏതൊക്കെയാണെന്ന് എഴുതിയേക്കാം. 0000 001 011 010 110 111 101 100. ഇതാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ പാർട്ടായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഗ്രേ കോഡ്സ് കണ്ടുപിടിച്ചത് ഫ്രാങ്ക്ലി എന്ന് പറഞ്ഞൊരു മാത്തമാറ്റീഷ്യൻ. അദ്ദേഹത്തിന് ശേഷമാണ് നമ്മൾ ഇതിന് ഗ്രേ കോഡ്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് വിളിക്കാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.